വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം വർഷ EVS വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനി ജോസ്, തിരുവനന്തപുരം ജില്ലയിലെ ഓലത്താനി വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ EDS വിഭാഗം അധ്യാപികയാണ്. ഇന്നത്തെ വോളിയത്തിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ഒന്നാമത്തെ യൂണിറ്റിന്റെ തുടർച്ചയായ സിംഗിൾ ഫേസ് ആൻഡ് ത്രീ ഫേസ് സിസ്റ്റം, ഡെൽറ്റ കണക്ഷൻ, സ്റ്റാർ കണക്ഷൻ, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഇവയാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വോളിയത്തിൽ പരിചയപ്പെട്ട പവർ, പവർ ഫാക്ടർ എന്നിവയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. പവർ ഇൻ AC സർക്യൂട്ട്. ഒരു AC സർക്യൂട്ടിലെ പവറിനെ മൂന്നായി തരംതിരിക്കാം. ഒന്ന് കിലോവാട്ട് പവർ, രണ്ട് kVAR പവർ ഓർ റിയാക്റ്റീവ് പവർ, മൂന്ന് kVA പവർ ഓർ അപ്പാരന്റ് പവർ. ഒന്ന് റിയൽ പവർ ഓർ ആക്റ്റീവ് പവർ. ഇത് വോൾട്ടേജിൻ്റെയും കറൻറ്റിൻ്റെയും RMS വാല്യൂവിൻ്റെ ഗുണിതത്തെ കോസ് തീറ്റ കൊണ്ട് ഗുണിച്ചാൽ റിയൽ പവർ കിട്ടും. കിലോവാട്ട് പവർ ഈക്വൽ ടു VI കോസ് തീറ്റ. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറൻറ്റ്. അടുത്തതായി kVAR പവർ ഓർ റിയാക്റ്റീവ് പവർ. ഇത് യൂസ്ഫുൾ ആയ ഒരു വർക്കും ചെയ്യുന്നില്ല. റിയാക്റ്റീവ് പവർ VI സൈൻ തീറ്റ ആണ്. മാഗ്നറ്റിക് എക്യുപ്മെൻറ്റുകളിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ടാണ് ഈ റിയാക്റ്റീവ് പവർ ഉപയോഗിക്കുന്നത്. അടുത്തതായി അപ്പാരന്റ് പവർ. വോൾട്ടേജിൻ്റെയും കറൻറ്റിൻ്റെയും RMS വാല്യൂവിൻ്റെ ഗുണിതമാണ് അപ്പാരന്റ് പവർ. റിയാക്റ്റീവ് പവറിൻ്റെയും റിയൽ പവറിൻ്റെയും വെക്റ്റർ സമ്മാണ് അപ്പാരന്റ് പവർ. അടുത്തതായി പവർ ട്രയാങ്കിൾ ആൻഡ് പവർ ഫാക്ടർ. അപ്പാരന്റ് പവർ, റിയൽ പവർ, റിയാക്റ്റീവ് പവർ എന്നീ മൂന്ന് പവറുകളെയും ഒരു മട്ടത്രികോണത്തിൻ്റെ അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളിലായി റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ഈ ത്രികോണത്തെ പവർ ട്രയാങ്കിളിൽ നിന്നും കോസ് തീറ്റ എന്നാൽ റിയൽ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റിയൽ പവർ P equal to VI cos theta and apparent power is equal to VI. The ratio of real power and apparent power is cos theta. അടുത്തതായി പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. എത്രമാത്രം പ്രയോജനപ്രദമായി വൈദ്യുതിയെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ അളവാണ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ യൂണിറ്റി അഥവാ ഒന്നാണെങ്കിൽ മുഴുവൻ പവറും പ്രയോജനപ്രദമായ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഒരു ഭാഗം VI സൈൻ തീറ്റ റിയാക്റ്റീവ് പവറായി മാറുന്നു. പവർ ഫാക്ടർ ഈസ് ദി റേഷ്യോ ഓഫ് റിയൽ പവർ ആൻഡ് അപ്പാരന്റ് പവർ. പവർ ഫാക്ടർ കൂടുന്തോറും പ്രയോജനപ്രദമായി ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ കഴിയുന്നു. ലാഗിംഗ് പവർ ഫാക്ടറുകളിൽ ട്രാൻസ്മിഷൻ ലൈനിലെ കണ്ടക്ടർ സൈസ് കൂടുകയും ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ പവർ ഫാക്ടർ ലാഗിംഗ് ആണെങ്കിൽ ഒരു നിശ്ചിത പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കറന്റ് കണ്ടക്ടറിലൂടെ പ്രവഹിക്കുകയും കണ്ടക്ടർ സൈസ് കൂട്ടേണ്ടി വരികയും ചെയ്യുന്നു.
കറന്റ് കൂടുന്തോറും I²R ലോസ് കൂടുന്നു, അതായത് എഫിഷ്യൻസിയും കുറയുന്നു. ലോ പവർ ഫാക്ടർ ഓൾട്ടർനേറ്ററുകളിലും ട്രാൻസ്മിഷൻ ലൈനുകളിലും ലോസസ് കൂട്ടുന്നു. മെത്തേഡ് ഓഫ് പവർ ഫാക്ടർ കറക്ഷൻ. സാധാരണയായി ലോ പവർ ഫാക്ടറിന് കാരണം ഇൻഡക്റ്റീവ് ലോഡുകളാണ്. പവർ ഫാക്ടർ മെച്ചപ്പെടുത്താൻ ഏറ്റവും ലളിതമായ മാർഗം കപ്പാസിറ്ററുകൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുകയാണ്. അടുത്തതായി സിംഗിൾ ഫേസ് ആൻഡ് ത്രീ ഫേസ് സിസ്റ്റം. AC പവറുകൾ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ ത്രീ ഫേസ് സിസ്റ്റം ഉപയോഗിച്ച് ഡെലിവർ ചെയ്യാവുന്നതാണ്. ഒരു സിംഗിൾ ഫേസ് AC പവർ സിസ്റ്റത്തിന് ഒരു ഫേസ് വയറും ഒരു ന്യൂട്രൽ വയറും ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ത്രീ ഫേസ് AC പവർ സിസ്റ്റത്തിന് ഒന്നുകിൽ 3 വയറുകൾ അല്ലെങ്കിൽ 4 വയറുകൾ ഉണ്ടായിരിക്കും. 3 വയർ ത്രീ ഫേസ് സിസ്റ്റത്തിന് ന്യൂട്രൽ വയർ ഉണ്ടായിരിക്കുകയില്ല. 3 ഫേസ് 4 വയർ സിസ്റ്റത്തിൽ 3 ഫേസ് വയറുകളും 3 ഫേസ് വയറുകളും ഒരു ന്യൂട്രൽ വയറും ഉണ്ടായിരിക്കും. ഒരു 3 ഫേസ് പവർ സപ്ലൈയിൽ 3 ഫേസ് വയറുകൾ ഉണ്ടായിരിക്കും. കണക്ഷനെ അടിസ്ഥാനമാക്കി ന്യൂട്രൽ വയർ ഉണ്ടായിരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. 3 ഫേസ് സിസ്റ്റത്തിൽ ഏതെങ്കിലും 2 ഫേസുകൾ തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കാണും. രണ്ട് തരത്തിലുള്ള 3 ഫേസ് കണക്ഷനുകൾ ഉണ്ട്. ഒന്ന് സ്റ്റാർ കണക്ഷൻ, 2 ഡെൽറ്റ കണക്ഷൻ. ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരേ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് സിംഗിൾ ഫേസ് സിസ്റ്റം ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ അളവിലുള്ള വയറുകൾ മാത്രമേ 3 ഫേസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ. കച്ചവട, വ്യാവസായിക ആവശ്യങ്ങൾക്കും ത്രീ ഫേസ് സപ്ലൈയാണ് അഭികാമ്യം. ലോഡ് കൂടുമ്പോൾ 3 ഫേസ് സപ്ലൈയാണ് അഭികാമ്യം. 3 ഫേസ് പവർ സപ്ലൈയുടെ എഫിഷ്യൻസി സിംഗിൾ ഫേസ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയേക്കാൾ കൂടുതലാണ്. അടുത്തതായി ഡെൽറ്റ കണക്ഷൻ എന്താണെന്ന് പരിശോധിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 3 വൈൻഡിങ്ങുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്താൽ നമുക്ക് ഡെൽറ്റ കോൺഫിഗറേഷൻ ലഭിക്കും. ഡെൽറ്റ കോൺഫിഗറേഷനിൽ ഒരു സ്റ്റാർട്ടിംഗ് എൻഡും ഒരു ഫിനിഷിംഗ് എൻഡും ആണ് ഒന്നിച്ചു ചേർത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഡെൽറ്റ മീൻസ് ഡിസിമിലർ എൻഡ്സ് ആർ കണക്റ്റഡ് ടുഗദർ. ഇത്തരത്തിലുള്ള കണക്ഷനിന് ന്യൂട്രൽ വയറുകൾ ഉണ്ടായിരിക്കുകയില്ല. അടുത്തതായി സ്റ്റാർ കണക്ഷൻ. സ്റ്റാർ കണക്ഷനിൽ സിമിലർ എൻഡ്സ് ഓഫ് ദി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ടുഗദർ. ഇത്തരത്തിലുള്ള കണക്ഷന് ന്യൂട്രൽ വയറുകൾ ഉണ്ടായിരിക്കും. കൂടാതെ ന്യൂട്രൽ പോയിന്റ് സാധാരണയായി ഗ്രൗണ്ട് ചെയ്തിരിക്കും. അടുത്തതായി ലൈൻ ആൻഡ് ഫേസ് റിലേഷൻഷിപ്പ് ഇൻ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. ആദ്യത്തെ ചിത്രത്തിൽ സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ്ങുകളാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റാർ കണക്ഷനിൽ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും രണ്ടായിരിക്കും. ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3 ആണ്.
എന്നാൽ സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറന്റും ഫേസ് കറന്റും ഒന്ന് തന്നെയായിരിക്കും. അടുത്തതായി ഡെൽറ്റ കണക്ഷൻ പരിശോധിക്കാം. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഒന്ന് തന്നെയാണ്, അതായത് വി പി = വി എൽ. എന്നാൽ ലൈൻ കറന്റും ഫേസ് കറന്റും വ്യത്യസ്തമായിരിക്കും. ഐ എൽ എന്നാൽ ലൈൻ കറന്റാണ്. IL ഡിവൈഡഡ് ബൈ √3 ആണ് ഫേസ് കറന്റ്. അതായത് ഡെൽറ്റ കണക്ഷനിൽ ഫേസ് കറന്റ് ലൈൻ കറന്റിന്റെ 1/√3 ആയിരിക്കും. ഫേസ് കറന്റ് ഇൻറ്റു √3 ആയിരിക്കും ലൈൻ കറന്റ്. സ്റ്റാർ കണക്ഷനിൽ ഫേസ് വോൾട്ടേജ് ഇൻറ്റു √3 ആയിരിക്കും ലൈൻ വോൾട്ടേജ്. സ്റ്റാർ കണക്ഷനിലെയും ഡെൽറ്റ കണക്ഷനിലെയും ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് ആൻഡ് ഫേസ് കറന്റ്, ലൈൻ കറന്റ് ഇവ തമ്മിലുള്ള ബന്ധം ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നു. അടുത്തതായി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇതിൽ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ, മൾട്ടിമീറ്റർ തുടങ്ങിയവ നമുക്ക് പരിചയപ്പെടാം. അമ്മീറ്റർ ഒരു സർക്യൂട്ടിലെ കറന്റ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. മില്ലി ആംപിയർ, മൈക്രോ ആംപിയർ അളവിലുള്ള കറണ്ടുകളാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. അമ്മീറ്റർ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അമ്മീറ്ററിന്റെ സിമ്പൽ താഴെ കാണിച്ചിരിക്കുന്നു. ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഒരു അമ്മീറ്ററിന് വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഈ കുറഞ്ഞ റെസിസ്റ്റൻസ് കറന്റിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് കറന്റിന്റെ ശരിയായ വില അമ്മീറ്റർ കാണിക്കുന്നു. ഒരു അമ്മീറ്റർ കറന്റിന്റെ വ്യത്യസ്ത വിലകൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. കറന്റിന്റെ ഹൈ വാല്യൂസ് അളക്കുമ്പോൾ മീറ്ററിൽ കൂടി കറന്റിന്റെ ഒരു ചെറിയ ഭാഗം കടന്നു പോവുകയും ബാക്കി വലിയ ഭാഗം കറന്റ് മീറ്ററിന് സമാന്തരമായി ഘടിപ്പിക്കുന്ന റെസിസ്റ്റൻസിൽ കൂടി കടന്നു പോവുകയും ചെയ്യുന്നു. മീറ്ററിന് സമാന്തരമായി ഘടിപ്പിക്കുന്ന റെസിസ്റ്ററിനെ ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇനി ഷണ്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. വളരെ കുറഞ്ഞ ഓം റെസിസ്റ്റൻസ് ആണ് ഷണ്ട് റെസിസ്റ്റൻസായി ഉപയോഗിക്കുന്നത്. റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട മീറ്ററിന് സമാന്തരമായി ഇത് ഘടിപ്പിക്കുന്നു. ഒരു അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനായി ഷണ്ട് റെസിസ്റ്റൻസ് ഘടിപ്പിക്കുന്ന വിധം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. അടുത്തതായി ടൈപ്സ് ഓഫ് അമ്മീറ്റേഴ്സ്. കൺസ്ട്രക്ഷനെ ആധാരമാക്കി അമ്മീറ്ററുകളെ താഴെ പറയും വിധം തരംതിരിക്കാം. PMMC അമ്മീറ്റർ, മൂവിംഗ് അയൺ അമ്മീറ്റർ, ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് അമ്മീറ്റർ, റെക്ടിഫയർ ടൈപ്പ് അമ്മീറ്റർ, ഡിജിറ്റൽ അമ്മീറ്റർ. ഏത് തരം കറണ്ടാണ് അളക്കേണ്ടത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് മീറ്ററുകളെ DC അമ്മീറ്റർ, AC അമ്മീറ്റർ എന്ന് രണ്ടായി തരംതിരിക്കാം.
പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റുകളാണ് DC കറന്റ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. മൂവിംഗ് അയൺ അമ്മീറ്റേഴ്സ് ACയും DCയും അളക്കാൻ ഉപയോഗിക്കുന്നു. ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് അമ്മീറ്റർ ACയും DCയും മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അടുത്തതായി റെക്ടിഫയർ ടൈപ്പ് അമ്മീറ്റർ AC കറണ്ട് അളക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ അമ്മീറ്റേഴ്സ് ACയും DCയും അളക്കാൻ ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ ഡിജിറ്റൽ അമ്മീറ്ററിൻ്റെയും അനലോഗ് അമ്മീറ്ററിൻ്റെയും ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തതായി വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ ഇലക്ട്രിക്കൽ വോൾട്ടേജ് അളക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. വോൾട്ടേജ് അളക്കേണ്ട സർക്യൂട്ടിന് സമാന്തരമായാണ് വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടിയതായിരിക്കണം. അല്ലെങ്കിൽ സർക്യൂട്ട് കറന്റ് വോൾട്ട് മീറ്ററിൽ കൂടി പോകാൻ ഇടയാകും. വോൾട്ട് മീറ്ററിൻ്റെ കോയിൽ കനം കുറഞ്ഞ വയറിൻ്റെ വളരെയധികം ചുറ്റുകൾ ഉള്ളതാണ്. വോൾട്ട് മീറ്ററിൻ്റെ സിമ്പലാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അടുത്തതായി വോൾട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ എപ്രകാരമാണ് ഘടിപ്പിക്കേണ്ടത് എന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ടൈപ്സ് ഓഫ് വോൾട്ട് മീറ്റർ. കൺസ്ട്രക്ഷനെ ബേസ് ചെയ്ത് വോൾട്ട് മീറ്ററുകളെ പലതരത്തിൽ കൺസ്ട്രക്ഷനെ ആധാരമാക്കി വോൾട്ട് മീറ്ററുകളെ താഴെ പറയും വിധം തരംതിരിക്കാം. ഒന്ന് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ, മൂവിംഗ് അയൺ വോൾട്ട് മീറ്റർ. അടുത്തതായി ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വോൾട്ട് മീറ്റർ, റെക്ടിഫയർ ടൈപ്പ് വോൾട്ട് മീറ്റർ, ഇൻഡക്ഷൻ ടൈപ്പ് വോൾട്ട് മീറ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് വോൾട്ട് മീറ്റർ ആൻഡ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ. നമുക്ക് അളക്കേണ്ട വോൾട്ടേജിനെ ആധാരമാക്കി DC വോൾട്ട് മീറ്റർ, AC വോൾട്ട് മീറ്റർ എന്ന് രണ്ടായി വീണ്ടും വിഭജിക്കാവുന്നതാണ്. DC അളക്കുന്നതിനായി PMMC ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ACയും DCയും മെഷർ ചെയ്യുന്നതിനായി മൂവിംഗ് അയൺ മീറ്ററുകൾ, ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ്, റെക്ടിഫയർ ടൈപ്പ് വോൾട്ട് മീറ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് വോൾട്ട് മീറ്റർ, ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഇവ എല്ലാം ഉപയോഗിക്കാം. ചിത്രത്തിൽ അനലോഗ് വോൾട്ട് മീറ്ററിൻ്റെയും ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെയും ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് മീറ്റർ. ഇലക്ട്രിക്കൽ പവർ അളക്കുന്നതിന് വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നു. ഇലക്ട്രിക്കൽ പവറിന്റെ യൂണിറ്റ് വാട്ട് ആയതുകൊണ്ട് പവർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ വാട്ട് മീറ്റർ എന്ന് പറയുന്നു. ടൈപ്സ് ഓഫ് വാട്ട് മീറ്റർ. ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, 2 ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ, 3 ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് വാട്ട് മീറ്റർ. ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഉപയോഗിച്ച് ACയും DCയും അളക്കാവുന്നതാണ്. ഒരു സർക്യൂട്ടിൽ വാട്ട് മീറ്റർ കണക്ട് ചെയ്യുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തതായി AC പവർ മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിധം കാണിച്ചിരിക്കുന്നു. അടുത്തതായി മൾട്ടിമീറ്റർ എന്താണെന്ന് നോക്കാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് എന്നിവ അളക്കാം. മൾട്ടിമീറ്ററുകൾ രണ്ട് തരത്തിലുണ്ട്. അനലോഗ് മൾട്ടിമീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ അപേക്ഷിച്ച് അനലോഗ് മൾട്ടിമീറ്ററിന് വില കുറവാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പവും അളവുകൾ കൂടുതൽ കൃത്യതയുള്ളതുമാണ്.
അതുകൊണ്ട് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ ഡിജിറ്റൽ അനലോഗ് മൾട്ടിമീറ്ററുകളുടെ ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. മൾട്ടിമീറ്ററുകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കൂടി കൂടുതൽ മനസ്സിലാക്കാം. ഈ ഒരു മൾട്ടിമീറ്ററിനെ ഏതൊരു സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായി പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് ലൈൻ വോൾട്ടേജ് ടെസ്റ്റിംഗ്, വയറുകൾ, ഫ്യൂസുകൾ തുടങ്ങിയവയുടെ ടെസ്റ്റിംഗ് മുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിയ റിപ്പയറിംഗ് വരെ ഇതുപയോഗിച്ച് സാധ്യമാവുന്നതാണ്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എന്തെല്ലാം സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാമെന്നും ഇതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്നും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഡിജിറ്റൽ, അനലോഗ് എന്നീ രണ്ട് തരത്തിലാണ് മൾട്ടിമീറ്ററുകൾ വരുന്നത്. ഇതിൽ ഡിജിറ്റൽ മീറ്റർ ടെസ്റ്റിംഗ് റിസൾട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ അനലോഗ് മീറ്റർ ഒരു മൂവിംഗ് നീഡിലിന്റെ സഹായത്തോടെയാണ് റിസൾട്ട് തരുന്നത്. ആദ്യം നമുക്ക് ഡിജിറ്റൽ മീറ്റർ ഉപയോഗിച്ച് കുറച്ച് ടെസ്റ്റിങ്ങുകൾ ചെയ്തു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിനടുത്ത് തന്നെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ടെസ്റ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മീറ്ററിന്റെ പ്രോബ് മീറ്ററിൽ കണക്ട് ചെയ്യണം. ബ്ലാക്ക് പ്രോബ് കോമൺ എന്നെഴുതിയ പോർട്ടിലും റെഡ് നമുക്ക് ടെസ്റ്റിംഗ് ആവശ്യമുള്ള പോർട്ടിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ റെഡ് പ്രോബ് കണക്ട് ചെയ്തിട്ടുള്ള നടുവിലെ ജാക്ക് വഴി നമുക്ക് വോൾട്ടേജ്, റെസിസ്റ്റൻസ്, മില്ലി ആംപിയർ, പിന്നെ കണ്ടിന്യൂറ്റി എന്നിവയാണ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനു മുകളിലായി ഇപ്പോൾ റെഡ് പ്രോബ് കൊടുത്തിട്ടുള്ള പോർട്ട് വഴി നമുക്ക് DC ആംപിയർ, 10 ആംപിയർ വരെ അളന്നെടുക്കാവുന്നതാണ്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രോബ് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രിപ്പുള്ള ഭാഗം കാണും, അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് നീങ്ങി പോകാതിരിക്കാൻ പ്രോബിൽ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. ഈ ഭാഗം ഒഴിവാക്കി പിന്നുകൾക്ക് അടുത്തായി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ വലിയ വോൾട്ടേജിലുള്ള വൈദ്യുതിയൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൈയൊക്കെ അവിടുന്ന് സ്ലിപ്പായി ഈ പിന്നിലൊക്കെ ടച്ച് ചെയ്ത് വലിയ ഷോക്ക് ഏൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് DC വോൾട്ടേജ് എങ്ങനെ അളക്കാമെന്ന് നോക്കാം. പോസിറ്റീവും നെഗറ്റീവും പോളാരിറ്റിയുള്ള വൈദ്യുതിയെയാണ് DC അഥവാ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. സാധാരണ ബാറ്ററികളും AC-യിൽ നിന്ന് ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്തു വരുന്ന വൈദ്യുതിയുമെല്ലാം നമ്മൾ DC സ്കെയിലിലാണ് അളക്കേണ്ടത്. സാധാരണ ബാറ്ററികളും അഡാപ്റ്ററുകളും എല്ലാം ടെസ്റ്റ് ചെയ്യാൻ റോട്ടറി സ്വിച്ച് DC 20-ൽ ഇട്ടാൽ മതി. അതിലും കൂടിയ വോൾട്ടേജുകൾ നോക്കണമെങ്കിൽ 200-ന്റെയോ 1000-ന്റെയോ പൊസിഷനിലേക്ക് മാറ്റാവുന്നതുമാണ്. ഒരു 9 വോൾട്ട് ബാറ്ററിയിലെ വോൾട്ടേജാണ് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. DC-യിൽ നമ്മൾ ഏത് ഉപകരണം കണക്ട് ചെയ്യുകയാണെങ്കിലും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കി വേണം കണക്ട് ചെയ്യാൻ. മീറ്ററിൽ കണക്ഷൻ തിരിച്ചാണ് കൊടുത്തതെങ്കിൽ കണക്ഷൻ മാറിയതിന്റെ സൂചനയായി ഡിസ്പ്ലേയിൽ ഒരു മൈനസ് മാർക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ കണക്ട് ചെയ്തത് പോളാരിറ്റി മാറിയിട്ടുണ്ടോ എന്ന് ഈ മൈനസ് മാർക്ക് നോക്കിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി നമുക്കൊരു 12 വോൾട്ട് 7Ah ഒരു ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിൽ നിന്നുള്ള വോൾട്ടേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്, 13.15. ഇത് ഒരു ഫുൾ ചാർജുള്ള പുതിയ ബാറ്ററിയാണ്, അതുകൊണ്ടാണ് 13-ൽ കൂടുതൽ വോൾട്ടേജ് ഒക്കെ അതിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് എമർജൻസി ലാമ്പിലൊക്കെ ഉപയോഗിക്കുന്ന 6 വോൾട്ട് 5Ah ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ഡബിൾ വയർ എടുത്തിട്ടുണ്ട്. ഇനി ഈ മീറ്ററിന്റെ സെലക്ടർ സ്വിച്ച് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്ന ബസറിന്റെയും ഡയോഡിന്റെയും ചിഹ്നമുള്ള ഈ പൊസിഷനിലേക്ക് മാറ്റിയിടണം. ഇനി മീറ്ററിന്റെ ഏതെങ്കിലും ഒരു പ്രോബ് വയറിന്റെ ഒരു എൻഡിലും രണ്ടാമത്തെ പ്രോബ് അതേ വയറിന്റെ ബാക്കിയുള്ള എൻഡിലും മുട്ടിക്കുക. ഈ വയർ നല്ലതാണെങ്കിൽ, അതായത് വയർ ഇടയ്ക്ക് വെച്ച് കട്ടായിട്ടില്ലെങ്കിൽ മീറ്ററിൽ അതിന്റെ റെസിസ്റ്റൻസ് കാണിക്കുകയും ബസർ ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. വയർ ഇടയിൽ എവിടെയെങ്കിലും കണക്ഷൻ കട്ടായിട്ടുണ്ടെങ്കിൽ മീറ്ററിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടാവുകയുമില്ല. ഇനി നമുക്കൊരു ഫ്യൂസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്യൂസിന്റെ രണ്ടറ്റങ്ങളിലും മീറ്ററിന്റെ ഓരോ പ്രോബ് വീതം വെക്കുക. അപ്പോൾ ഫ്യൂസ് നല്ലതാണെങ്കിൽ ഇതുപോലെ റീഡിംഗ് കാണിക്കും. കേടായ ഒരു ഫ്യൂസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മീറ്ററിൽ നിന്നും യാതൊരുവിധ പ്രതികരണവും ലഭിക്കുകയുമില്ല. അതായത് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ മീറ്ററിന്റെ പ്രോബുകൾ തമ്മിൽ നേരിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാലകം വഴിയോ തമ്മിൽ കണക്ഷൻ ആകുമ്പോൾ മാത്രമാണ് ഇതിൽ റീഡിംഗ് കാണിക്കുകയും ബസർ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ മൾട്ടിമീറ്ററിൽ നമ്മുടെ ടെസ്റ്റിംഗ് ആവശ്യങ്ങൾക്കായി ഒരു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലെ 2 പ്രോബുകൾ വഴി തന്നെയാണ് നമുക്ക് ഈ സിഗ്നൽ പുറത്തേക്ക് കിട്ടുക. സിഗ്നൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ ഉപകരണങ്ങളിലേക്ക് ഇൻപുട്ടായി ഈ പ്രോബ് കണക്ട് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാം.
ഇനി നമ്മൾ നോക്കുന്നത് ട്രാൻസിസ്റ്റർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നാണ്. അതിനായി സെലക്ടർ സ്വിച്ച് HFE എന്ന് എഴുതിയിട്ടുള്ളതിന് നേരെയാക്കുക. ഈ മീറ്ററിന്റെ ഇടതുഭാഗത്തായി NPN എന്നും PNP എന്നും എഴുതിയിട്ടുള്ള 8 ഹോളുകളുള്ള ഒരു സോക്കറ്റ് കാണാം. ഇതിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ, അതിന്റെ ബേസ്, എമിറ്റർ, കളക്ടർ എന്നിവ കൃത്യമായി വരുന്ന രീതിയിൽ ലഗുകൾ ഇറക്കി വെക്കേണ്ടത്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിന്റെ പിന്നുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയില്ല എങ്കിൽ ആ നമ്പറിന്റെ ഡാറ്റ ഷീറ്റ് എടുത്തു നോക്കിയാലും മതി. BC547 എന്ന ട്രാൻസിസ്റ്ററിന്റെ HFE വാല്യൂ ആണ് ഡിസ്പ്ലേയിൽ കാണുന്നത്. കേടായതാണെങ്കിൽ വാല്യൂ കാണിക്കാതിരിക്കുകയോ ഡാറ്റ ഷീറ്റിൽ പറഞ്ഞതിനേക്കാൾ കാര്യമായ വ്യത്യാസമോ ഉണ്ടാകും. ഇനി ടെസ്റ്റ് ചെയ്യുന്നത് DC ആംബിയർ ആണ്. അതിനുവേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ റെഡ് പ്രോബ് മുകളിലെ 10 ആംബിയർ എന്ന് എഴുതിയിട്ടുള്ള ജാക്കിലേക്ക് കണക്ട് ചെയ്യണം. ഒരു ഉപകരണം എത്രത്തോളം കറണ്ട് ഉപയോഗിക്കുന്നു എന്ന് നോക്കുന്നതാണ് ആംബിയർ ടെസ്റ്റിംഗ്. ഇത് ടെസ്റ്റ് ചെയ്യാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് LED മൊഡ്യൂളുകളും ഒരു 12 വോൾട്ട് ബാറ്ററിയുമാണ്. ഈ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും ഈ LED എത്രത്തോളം കറണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആംബിയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ലോഡിന്റെ ഒരു കണക്ഷൻ ബാറ്ററിയിൽ നേരിട്ടും ലോഡിന്റെ, അതായത് LEDയുടെ രണ്ടാമത്തെ കണക്ഷൻ മീറ്ററിന്റെ ഒരു പ്രോബിലേക്കും മീറ്ററിന്റെ രണ്ടാമത്തെ പ്രോബ് ബാറ്ററിയിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ആംബിയർ മീറ്റർ ലോഡിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു കണക്ഷനിൽ സീരീസ് ആയിട്ടാണ് ഘടിപ്പിക്കേണ്ടത്. ഈ LED ഇപ്പോൾ ഉപയോഗിക്കുന്നത് 0.27 ആംബിയർ ആണ്. ആ ആംബിയറിനെ നമ്മുടെ ബാറ്ററിയുടെ ആംബിയറുമായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും എത്ര സമയം ഈ ലോഡ് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാകും. ഇനി ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ എങ്ങനെ ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് ഈ സെലക്ടർ സ്വിച്ച് മാറ്റിയിടണം. റെസിസ്റ്ററിന്റെ രണ്ട് വശത്തും ഓരോ പ്രോബുകൾ വെക്കുമ്പോൾ തന്നെ അതിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് 2000K വരെയുള്ള വാല്യൂ ഈ മീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. ഇനി ടെസ്റ്റ് ചെയ്യുന്നത് AC വോൾട്ടേജ് ആണ്. അതിന് പോസിറ്റീവ് നെഗറ്റീവ് പോളാരിറ്റി ഒന്നും നോക്കേണ്ടതില്ല. അത് എപ്പോഴും ദിശ മാറിക്കൊണ്ടാണ് ഇരിക്കുക. അതുകൊണ്ട് തന്നെയാണ് അതിനെ AC കറണ്ട് എന്ന് വിളിക്കുന്നതും. നമ്മുടെ ഇലക്ട്രിക് ലൈനിൽ വരുന്നത് 230 വോൾട്ട് AC ആണ്. അതിനെ നമ്മൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ വെച്ച് കുറച്ചു കഴിഞ്ഞാലും കുറഞ്ഞ വോൾട്ടേജിൽ AC തന്നെയാണ് ഔട്ട്പുട്ട് ലഭിക്കുക. അതിനെ DC ആക്കണമെങ്കിൽ റെക്ടിഫയർ ഉപയോഗിക്കണം. ഈ AC സ്കെയിലിൽ ഇട്ടുകൊണ്ട് നമുക്ക് DC വോൾട്ടേജ് അളക്കാൻ സാധിക്കില്ല. ഞാനിവിടെ ഒരു 12 വോൾട്ട് DC ഔട്ട്പുട്ട് ലഭിക്കുന്ന അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഉള്ള ഔട്ട്പുട്ട് നമ്മൾ AC സ്കെയിലിൽ ഇട്ടുകൊണ്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ 25-27 വോൾട്ടൊക്കെയാണ് കാണിക്കുന്നത്. അതായത് DCയിൽ ചെക്ക് ചെയ്യേണ്ടവയെല്ലാം DCയിൽ തന്നെ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ ACയിൽ ചെക്ക് ചെയ്യേണ്ടവയെല്ലാം ACയിൽ തന്നെ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റോങ് ആയിരിക്കും. അതുപോലെ മൾട്ടിമീറ്ററിനകത്ത് ഉപയോഗിക്കുന്ന 9 വോൾട്ട് ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ റീഡിംഗ് തെറ്റായിട്ടായിരിക്കും കാണിക്കുക. അതുകൊണ്ട് ബാറ്ററി ലോ ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. ഇത് അനലോഗ് മൾട്ടിമീറ്ററിലാണെങ്കിൽ ഒരു 9 വോൾട്ട് ബാറ്ററിയും 2 AA ബാറ്ററികളുമാണ് ഉണ്ടാവുക. ഡിജിറ്റൽ മീറ്ററിൽ ഒരു 9 വോൾട്ട് ബാറ്ററി മാത്രവുമായിരിക്കും ഉണ്ടാവുക. മൾട്ടിമീറ്ററിന്റെ പ്രോബ് കേടായാൽ ഈ പ്രോബ് മാത്രമായി കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അനലോഗ് മൾട്ടിമീറ്ററിൽ ഈ മൂവിംഗ് നീഡിൽ വന്ന് നിൽക്കുന്ന സ്ഥലത്തെ റീഡിംഗ് നോക്കിയിട്ടാണ് നമ്മൾ വാല്യൂകൾ കണക്കാക്കുന്നത്. നമ്മുടെ സെലക്ടർ സ്വിച്ച് അതിൻ്റെതായ പൊസിഷനിൽ ഇട്ടുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ മീറ്ററിൽ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിലും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. AC ഇട്ടുകൊണ്ട് AC വോൾട്ടേജും DCയിൽ DC വോൾട്ടേജും അതുപോലെ കണ്ടിന്യൂറ്റി തുടങ്ങിയവയെല്ലാം തന്നെ അനലോഗിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.